ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ ആകെ നാണം കെടാൻ പോകുന്ന ഭാഗമായിട്ട് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോണത്. അങ്ങനെ രാഹുൽ കാത്തിരിക്കുകയാണ്, ആ ഒരു റീത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് സേനന്റെ ആ ഒരു ഇതിൽ വെക്കാനായിട്ട്. അങ്ങനെ വരുന്നുണ്ട്, അങ്ങനെ പെട്ടിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും ഭയങ്കര പൊട്ടിക്കരച്ചിലാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ രാഹുലും കരയുന്ന പോലെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടി തുറക്കുമ്പോഴാണെങ്കിൽ അതിലൊന്നും തന്നെ ഇല്ല. രാഹുൽ ആകെ ഞെട്ടിരിക്കുമ്പോ സേനൻ അകത്തുനിന്ന് വരുവാണ്. രാഹുലിന്റെ നെഞ്ചിലേക്ക് ഒരു ഒറ്റ ചവിട്ട് ചവിട്ടിയിട്ടാണ് നമ്മുടെ സേനൻ വരുന്നത്. ശേഷം അവിടെ എല്ലാവരും മാറി 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 ഓരോരോ അവസരങ്ങൾ, രാഹുലിനെ വേണ്ടിയിട്ടുള്ള ഓരോരോ അവസരങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മാറി മാറി നീങ്ങി നീങ്ങി ഒരാളടിച്ചുമ്പോ അടുത്താൾ വരും, അടുത്താളടിച്ചുമ്പോ അടുത്താൾ വരും. അങ്ങനെ സേനനും രൂപയും കിരണും കല്യാണിയും സോണിയും എല്ലാവരും രാഹുലിനെ മാറി മാറി തിരിഞ്ഞും മരുന്നും അടിക്കുകയാണ്. അവസാനം നമ്മുടെ താര വരുന്നുണ്ട്. താരയും രാഹുലും നല്ല രീതിയിൽ പെരുമാറും ആട്ടോ. അതിനുശേഷം രാഹുൽ ആണെങ്കിൽ ആകെ ചതഞ്ഞ് പന്നിക്കെട്ട് പരുവത്തിലേക്ക് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഷാരിയും സരിയും ചോദിക്കേണ്ടല്ല, എന്തൊക്കെയോ ശുഭവാർത്ത കേൾപ്പിക്കോന്നോ, ഫോൺ വിളിക്കുമ്പോ രൂപയുടെ വീട്ടിലേക്ക് വരണം, അവിടെ എന്തോ എന്തോ സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, എന്താ ഒന്നും നടന്നില്ലേന്ന് ചോദിക്കുമ്പോ രാഹുൽ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞാണ് ശരി, എന്നെ ചതിക്കുമായിരുന്നു, എന്റെ പെങ്ങള് തന്നെ എന്നെ ചതിക്കുമായിരുന്നു. ഇവിടെ പൊട്ട, അതെന്നോട് ഞങ്ങൾ ഇത്ര നാളെ തന്നോട് പറഞ്ഞത്, തന്റെ പെങ്ങള് തന്നെ ചതിക്കുകയാണ്, പക്ഷെ തനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അവളെ, ഇപ്പൊ എന്തായടോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വിശ്വസിച്ചു, പക്ഷെ എന്റെ തെറ്റാ. നമ്മുടെ രാഹുലെ ഭ്രാന്ത് പിടിക്കണ പോലെ ആവാണ്. ഇനി എനിക്കൊന്നും നോക്കാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ല. ഇനി എനിക്ക് എല്ലാവരും പകരം വീട്ടാൻ പോവാം. ആദ്യം ഈ വീട്ടിലൊരുത്തരുണ്ടല്ലോ മനോഹരൻ, അവനെയാണ് ഞാൻ പകരം വീട്ടുന്നത്. എടി മോളെ, നിന്റെ കെട്ടിയേക്കണ മനോഹരൻ ഉണ്ടല്ലോ, അവൻ മനോഹരനല്ലടി, മൂന്നാർ മുരുകനാണ് എന്നൊക്കെ പറയാണ്. ഓ, ഇയാൾക്ക് ഭ്രാന്ത് മൂത്തമ്മേ, വേഗം ചങ്ങലൊക്കെ ഇട്ട് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ ആക്കാമെന്ന് പറയാണ്. സരിത് പറയണ്ടേ, നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയാണ് അവൻ നിന്റെ കൂടെ നിൽക്കുന്നത്. ആദ്യം ഞാൻ അവനെയാണ് ഇല്ലാതാക്കാൻ പോകുന്നത്, പിന്നെ കല്യാണി, പിന്നെ കിരൺ, അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹര ശരിക്കും പെരുമാറിട്ട് രാഹുല്. അതിനിടയ്ക്ക് നമ്മുടെ സരു പറഞ്ഞത്, ഇതാണ് നിങ്ങൾ ശുഭവാർത്ത കേൾപ്പിക്കുമെന്ന് പറഞ്ഞത്, എന്റെ മനുവേട്ടനെ ഇല്ലാതാക്കുമെന്നാണോ നിങ്ങൾ ഇനി പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ രാഹുലിന്റെ മുഴുപ്രാന്ത് തന്നെയായിട്ടോ ആവാൻ പോകുന്നത്. ആ ഒരു വീക്കെൻഡ് പ്രൊമാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.